വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ആൻ്റണിയും ഡേവിസും കൂടി തിരികെയാണെങ്കിൽ യോഹന്നാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അന്നേരം ഡേവിസ് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം കളക്ടർ ശാലിനിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, അവളെ പൂട്ടാനായിട്ട് ഇനി നമ്മൾ വിചാരിച്ചാലും നടക്കില്ല, പകരം ഒരു സ്ത്രീ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ മുൻ വൈരാഗ്യമുള്ള ഒരു സ്ത്രീ തന്നെ ആകുമ്പോൾ അത് കുറച്ചുകൂടി കടുക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അതായത് യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും സുസ്മിതയെ ഈ ശാലിനിക്കെതിരായിട്ട് ഇറക്കാനാണ്. സുസ്മിതയുടെ വീണ്ടും ഒരു വരവ് കൂടി തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. സുസ്മിതയെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കരുണാലയം എന്ന് പറയുന്ന ഒരു കാരുണ്യാശ്രമം, അങ്ങനെ ഒരു ആശ്രമത്തിലാണ് സുസ്മിതയെ കാണിക്കുന്നത്. സുസ്മിതയാണെങ്കിൽ കാവി സാരിയൊക്കെ ഉടുത്തിട്ട് കുറേ സ്വാമിമാരുടെ ഇടയിലിരുന്ന് ഭജനയൊക്കെ പാടുന്നതായിട്ട് ഒരു സീനാണ് കാണിക്കുന്നത്. അന്നേരം ജഗദീപ് ആണെങ്കിൽ ആ ആശ്രമത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജനൽ കൂടി നോക്കുമ്പോൾ സുസ്മിത ഇങ്ങനെ സുസ്മിതയുടെ മാറ്റം, കഴുത്തിൽ നിന്ന് നിറച്ച് ആ ഒരു രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് കാവി സാരിയൊക്കെ ഉടുത്ത് ഭജനയൊക്കെ പാടുന്നത് സുസ്മിത ഇങ്ങനെ ആ ഒരു സീൻ ഇങ്ങനെ കാണുമ്പോൾ ജഗദീപ് ഇങ്ങനെ അന്തം വിട്ട് ആ ജനൽ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സുസ്മിത വെളിയിലേക്ക് ഇറങ്ങുന്നതും സുസ്മിതയ്ക്ക് ഒരു ഫോൺ വന്ന് സംസാരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. ജഗദീപിനോട് സുസ്മിത സംസാരിക്കുന്ന സീനും കാണിക്കുന്നുണ്ട്. അതായത് വീണ്ടും സുസ്മിതയെ രംഗത്ത് കൊണ്ടുവരികയാണ്. ശാലിനിക്ക് എതിരായിട്ട്, ശാലിനിയെ നേരിടാനായിട്ട് ആ ഒരു പഴയ ട്രാക്കിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ആ ഒരു കഥയാണെങ്കിൽ. അന്നേരം പക്ഷേ ചന്ദ്രബോസിൻ്റെ ആ ഒരു എൻട്രി കാണില്ല. ചന്ദ്രബോസ് അവിടെ എല്ലാ സർവീസിൽ നിന്നൊക്കെ പോയി എന്നൊരു സീൻ കാണിക്കുന്നല്ലോ. പക്ഷേ സുസ്മിതയ്ക്ക് ഇനി കൂട്ടായിട്ട് ഈ യോഹന്നാനോ ആൻ്റണിയോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ പിള്ളയും പിന്നെ ശാലിനിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു രാഘവൻ നായരുടെ ആ ഒരു പ്രശ്നമായിരിക്കണം സത്യഭാമ അറിയുന്നത്. ശാലിനിയും പിള്ളയും ഒക്കെ എന്തോ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നതാണ്. ശിവനാണെങ്കിൽ കാറിൽ വരുന്നത് കാണിക്കുന്നുണ്ട്. ജീപ്പിലല്ല, കാറിൽ ഇങ്ങനെ വരുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ശിവനെ കാണുമ്പോൾ സത്യഭാമ ആകെ എങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ശിവൻ ഇനി ഇവിടെ ജോലിക്ക് വരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതായത് ശിവൻ്റെ സേവനം ആവശ്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ ആ വണ്ടിയുടെ താക്കോലാണെങ്കിൽ ഇങ്ങനെ സത്യഭാമയുടെ കയ്യിലേക്ക് വച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിവനെ ആ ഒരു പിരിച്ചുവിടുന്ന സീൻ എന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ പിന്നീട് ശിവൻ വീണ്ടും ഇവിടെ കയറി പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. മിക്കവാറും ശാലിനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശിവൻ തന്നെയായിരിക്കണം അവിടെ രക്ഷിക്കുന്നത്. അതോ ഇനി രേഷ്മയാണെങ്കിൽ ആ ഒരു സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരുമല്ലോ, ശിവനാണ് വിഷ്ണുവിൻ്റെ ഹൃദയം കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ വീണ്ടും ശിവനെ വിളിക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും ഇവിടെ ഇപ്പോൾ സത്യഭാമ ശിവനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. രാഘവൻ നായർക്ക് അങ്ങനെ അത് സംഭവിച്ചതിലാകാം പറഞ്ഞു വിടുന്നത്. അതെന്താണെന്നുള്ളത് അവിടെ കാണിക്കുന്നില്ല. ഇനി വീണ്ടും സുസ്മിതയും ശാലിനിയും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലും ഫൈറ്റും ഒക്കെ തന്നെയാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് കഥ ഇനി എങ്ങോട്ടാണ് പോകുന്നത്, എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.